തിരുവനന്തപുരം വെള്ളറടയിലെ മധ്യവയസ്കന്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു. വാഹനാപകടത്തിന് ശേഷം കലിങ്കുന്നട സ്വദേശി സുരേഷിനെ സ്വന്തം മുറിയിൽ തന്നെയാണ് ബൈക്ക് യാത്രികർ ഉപേക്ഷിച്ചത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇയാളെ തിരക്കി ചിലർ എത്തിയിരുന്നുവെന്നും സമീപവാസികൾ പറയുന്നു. ഇപ്പോൾ CCTV നോക്കിയപ്പോൾ 7-ാം തീയതി രാത്രി 11 മണിയോടുകൂടി ബൈക്ക് ഇടിച്ച് ഈ വ്യക്തിയെ ഇതിനകത്തോണ്ടാക്കിയിട്ട് പോകുന്ന ഒരു ദൃശ്യം അവർ കാണുകയുണ്ടായി. ഈ വ്യക്തി ഇവിടെ താമസം എന്ന് അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കണം ഇതിനകത്തോണ്ടാക്കിയിട്ട് പോയത്. ഈ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഈ സുരേഷ് ഇവിടെ ഇല്ലേ, പണിക്കെങ്ങാനും പോയെന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ ചോദിച്ചതായിട്ട് ഒരു വിവരം ഇങ്ങനെ അറിയുന്നുണ്ട്. സുരേഷിനെ ഇടിച്ചിട്ടവർ തന്നെയാണ് എത്തിയതെന്നാണ് പോലീസ് നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, നിലവിലേതായാലും ആരാണ് ഈ സംഭവത്തിന് പിന്നിലെന്നത് വ്യക്തമായിട്ടില്ല. പക്ഷേ പോലീസ് ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. 7-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വെള്ളറട ഭാഗത്ത് ഈ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 അംഗ സംഘം അവിടെ ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. പിന്നാലെ തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം നടന്നതിന് ശേഷം ഒരാൾ പിറകിലേക്ക് വന്ന് അപകടത്തിൽപ്പെട്ടയാളെ മാറ്റുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആളെ ഈ മുറിയിലേക്ക് എത്തിച്ച് അതിനുശേഷം മുറി ചാരി ഈ ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘവും പറഞ്ഞത്. അത്തരത്തിലാണ് 4 ദിവസം കഴിഞ്ഞ് ഈ ജീർണിച്ച രീതിയിലായിരുന്നു, മൃതദേഹം അളിഞ്ഞ രീതിയിലായിരുന്നു. പിന്നാലെ തന്നെ ഈ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നത്. അങ്ങനെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സുരേഷ് മരിച്ചതായി കാണുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന രീതിയിലേക്കുള്ള നിഗമനത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ അപകടം നടന്നു, ഇത്തരത്തിൽ സംഭവിച്ചത് മറച്ചു വെക്കാനായി അവർ ഈ മുറിയിലേക്ക് മാറ്റിയതാകാമെന്നതാണ്. മറ്റാരുടെയും സഹായം ചെയ്തോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഏതായാലും വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ ചെയ്തവർക്ക്, അതായത് അപകടം നടത്തിയവർക്ക് കൃത്യമായി തന്നെ സുരേഷിനെയും സുരേഷ് താമസിക്കുന്നത് ഈ വീടാണെന്നതടക്കം കൃത്യമായി അറിയുന്ന ആളാണ് എന്നതാണ് നിഗമനം. ഒപ്പം നേരത്തെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിനുശേഷം 2 പേർ ആ നാട്ടിലെത്തിയിരുന്നതായും ഇയാളെപ്പറ്റി തിരയുന്നതായും പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അത് ആരാണ് എന്നൊരു അന്വേഷണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നു എന്നതടക്കം CCTV കേന്ദ്രീകരിച്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. നിലവിൽ ഈ നമ്പർ പ്ലേറ്റ് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളിലൊന്നും വ്യക്തമല്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും നിലവിൽ അന്വേഷണ സംഘം ഊർജിതമായ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. മറ്റിടങ്ങളിലെ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ മറ്റാരെങ്കിലും പിന്നീട് അവിടെ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. സ്മൃതി, എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.